സഹകരണ രംഗത്ത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ സഹകരണ ജനാധിപത്യ വേദി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ സഹകാരി ധർണ നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിൽ CPM തേർവാഴ്ചയാണ്. പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചടക്കുന്നു. ഇത്തരത്തിൽ പിടിച്ചെടുത്ത പല ബാങ്കുകളും ഇന്ന് തകർച്ചയെ നേരിടുകയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. കുറച്ചു എന്ന് മാത്രമല്ല, സഹകരണ പ്രസ്ഥാനത്തിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇപ്പം സഹകരണ പ്രസ്ഥാനത്തിനകത്ത് വരുന്ന വ്യക്തികളെ വിശ്വസിച്ച് കൊണ്ടുവരുന്ന ഡെപ്പോസിറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. നിങ്ങളോട് ആരോടെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ആരോടെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നിലയം വിദ്വാൻ അവരെ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് തീരുമാനിക്കുകയാണ്, ഇത്ര കോടി ഇവിടെ കൊടുക്കുക, ഇത്ര കോടി വേറെ എവിടെയെങ്കിലും കൊടുക്കുക. ഈ കോടി കൊടുക്കുക എന്ന് പറയുന്നത് ആരുടെ തുകയെ എടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വീടാന്തരെ കയറിയിറക്കി. സഹകരണ ജനാധിപത്യ വേദി ജില്ലാ പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ നാട്ടകം സുരേഷ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. മുൻ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുര്യൻ ജോയ്, ജാൻസ് കുന്നപ്പള്ളി, KPCC സെക്രട്ടറിമാരായ ഫിലിപ്പ് ജോസഫ്, കുഞ്ഞില്ലമ്പള്ളി, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന ട്രഷറർ KK സന്തോഷ്, അഡ്വക്കേറ്റ് P സതീഷ് ചന്ദ്രൻ നായർ, JG പാലാക്കലോടി, സിബി ജോൺ, സുനു ജോർജ്, B അനിൽകുമാർ, മനോജ് തോമസ്, ഗോപാലകൃഷ്ണ പണിക്കർ, ഷേർലി തരിയൻ, MK ഷിബു, PD ഉണ്ണി, രാജു മാത്യു, മനു P കൈമൾ, സുഷമ ശിവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.